അർബുദ രോഗത്തിനുള്ള മരുന്ന് ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരള ഹൈക്കോടതിയിൽ 4 വർഷം മുമ്പ് ഹർജി നൽകിയ സ്ത്രീ രോഗമൂർച്ഛിച്ച് മരിച്ചു. 57 തവണ ലിസ്റ്റ് ചെയ്തിട്ടും ഹർജി തീർപ്പാക്കിയിരുന്നില്ല. ജീവൻ രക്ഷാ മരുന്നുകളുടെ ആവശ്യം ഉന്നയിച്ച് 2022 ജൂണിലാണ് അർബുദ രോഗി ഹർജി നൽകിയത്. കേസിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന കത്തയക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഷബ്ന കെ എം ഉണ്ട് ലീഗൽ ഡെസ്കിൽ നിന്നും. ഷബ്ന, നമ്മൾ എപ്പോഴും നീതിയെക്കുറിച്ച് പറയാറുള്ളത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. അതിനെ ഉദാഹരിക്കുന്ന തരത്തിൽ തന്നെ വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? അതെ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകി വരുന്ന നീതിയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ കേസിലേക്ക് പോയാൽ തന്നെ 2022 ഇത്തരം ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. സ്തനാർബുദ രോഗിയായ ഒരു സ്ത്രീയുടെ ഹർജിയാണ് കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. അത് 57 തവണ കോടതിയിൽ ലിസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സ്തനാർബുദ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ 2 പേരാണ് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നത്. കാരണം ഈ സ്തനാർബുദം അടക്കമുള്ള ക്യാൻസർ രോഗങ്ങൾക്ക് വലിയ തോതിൽ പൈസ ചിലവാകുന്ന ഒരു ചികിത്സാ രീതിയാണ്, അല്ലെങ്കിൽ മരുന്നുകൾക്ക് വലിയ രീതിയിൽ ചികിത്സയ്ക്ക് പൈസ ചിലവാകുന്നുണ്ട്. ഇത് ഈ മരുന്ന് കമ്പനികളുടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ പേറ്റന്റ് അടക്കമുള്ള സംഭവങ്ങൾ ഉള്ളതിനാൽ വലിയ തോതിൽ പൈസ ചിലവഴിക്കേണ്ടി വരുന്നു. രോഗികൾക്ക് താങ്ങാൻ പറ്റാത്തത്ര ചിലവ് വരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു ഹർജി കോടതി ഈ വിഷയം, അതായത് ഈ സ്ത്രീയുടെ വിഷയം സ്വമേധയാ അന്ന് പരിഗണിക്കുന്നതാണ് 2022. അതിനുശേഷം പിന്നീട് 57 തവണ ഈ കേസ് രജിസ്റ്റർ ചെയ്തു. മരുന്ന് കമ്പനികളോട് ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടു, സർക്കാരിനോട് ഇതിൽ നിലപാട് തേടി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 2025 ഇതിൻ്റെ അന്തിമ വാദത്തിനായി കോടതി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെയും ഈ കേസിൽ ഒരു തീർപ്പായിട്ടില്ല. ഇതിനിടെ ഈ സ്ത്രീ മരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സംഘടന ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കണം. കാരണം മറ്റു രോഗികൾക്ക്, ഈ ക്യാൻസർ ബാധിതരായ മറ്റു രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു തീരുമാനമാകും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ രോഗികൾക്ക് ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ അകാലമായി ഈ രീതിയിൽ മാറ്റിക്കൊണ്ട് പോകരുത്. ഇത്രയും 57 തവണ ലിസ്റ്റ് ചെയ്തിട്ടും തീർപ്പാക്കാതെ കിടക്കുന്നു. ഇത്തരത്തിൽ കേസുകൾ നീട്ടിക്കൊണ്ട് പോകുന്നത് രോഗികളോട് ചെയ്യുന്ന വലിയ വിവേചനം തന്നെയാണ് എന്ന് ഈ സംഘടന തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇനിയിപ്പോൾ ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.